ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കിയാലോ. ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇഹ ഡിസൈൻസിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെക്കിന് വേണ്ടിയിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പേപ്പർ എടുക്കാം ആദ്യം. അപ്പോൾ 3 വീതിയും കൊടുക്കുന്നുണ്ട് നെക്കിന്. അതേപോലെ ഞാൻ കൊടുക്കുന്നത് 5.5 ഇഞ്ച് ഇറക്കമാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ബോക്സായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഭാഗത്തേക്ക് ഞാനൊരു കേവ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഫുള്ള് എൻ്റെ ഹാൻഡ് വർക്കിന് ഫുൾ ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ് കേട്ടോ. മുകളിൽ നിന്നേ 12-13 ഇഞ്ച് എടുക്കാം നമുക്ക്. ഓക്കെ, അതും ഇതേപോലെ ഞാനൊരു ബോക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നെക്ക് വരച്ചെടുത്തുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വൈഡ് യു ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വൈഡ് വേണോ അത്രത്തോളം വൈഡാക്കി വരയ്ക്കുക. അപ്പോൾ വൈഡ് വേണ്ടാന്നുള്ളവർ അത് കൺസിഡർ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ 2 പാർട്ടായിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാതെ ഈ ജോർജറ്റിൽ മാർക്ക് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈസിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 2ൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നെക്കും റെഡിയായി. അതേപോലെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കേണ്ട ആ പാർട്ടും റെഡിയായി. ഇനി നമുക്ക് ഫ്രെയിമിൽ ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. ഞാൻ എക്സ്ട്രാ ഒരു ക്ലോത്തൊക്കെ വെച്ച് അടിച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. സെൻറ്റർ മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ത്രെഡ് എടുത്തു. ബീഡ്സ് ഞാൻ ഗോൾഡൻ്റെ ബീഡ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് സെൻറ്റർ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ താഴ്ഭാഗത്തെ ആ പാർട്ടൂടെ വരച്ചെടുത്തു കേട്ടോ. ഇത് ഫുള്ളും കവർ ചെയ്ത് വേണം നമ്മുടെ ഹാൻഡ് വർക്ക് നിൽക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് ഇതേപോലെ കറക്റ്റ് 1/2 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ലൈൻ ക്രിസ് ക്രോസ് ആയി പോയി കഴിഞ്ഞാൽ ഭംഗി കിട്ടില്ല. കറക്റ്റായിട്ട് ഇതേപോലെ ഞാൻ വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വൈഡ് ആവുന്നിടത്തോളം നമ്മുടെ ഹാൻഡ് വർക്കിൻ്റെ ടൈം അത്രയും കൂടുതലാവും കേട്ടോ. അപ്പോൾ ഇത്രയെങ്കിലും വൈഡ് ആയില്ലെങ്കിൽ ഒരു ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ കറക്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ലൈനിൽ കൂടെ കട്ട് ബീഡാണ് കേട്ടോ. ഞാൻ ഗോൾഡൻ്റെ ഒരു കട്ട് ബീഡാണ് അത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫുള്ളി കട്ട് ബീഡിൽ ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ വർക്ക് തുടങ്ങുമ്പോൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നന്നായിട്ട് കട്ട് ബീഡ് കവറായി വന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് തികയില്ലയോ എന്നൊരു ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് എടുത്തത്. ഇത് ഓൾമോസ്റ്റ് ഞാൻ സ്ലീവിലൂടെ ഒരു 4 ലൈന് ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ഈ സെയിം തന്നെ സ്ലീവിലും 4 ലൈൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ടോട്ടലി എനിക്കൊരു 7 hours ഹാൻഡ് വർക്ക് എടുത്തു കേട്ടോ. ഹാൻഡ് വർക്ക് മാത്രം 7 hours എടുത്തു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്പീഡായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം സേവ് ചെയ്യാമായിരുന്നെന്ന്. ബട്ട് ഇത്ര എടുത്തു കേട്ടോ. ദുപ്പട്ടയിലും ഒക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇത്രയും ടൈം എടുത്ത സ്ഥിതിക്ക് എനിക്ക് ദുപ്പട്ട ഒന്നും ചെയ്തെടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. നല്ലൊരു ബേൺഡ് ഓറഞ്ച് ആയിരുന്നു കേട്ടോ ഈ കളറ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇഹ ഡിസൈൻസിൽ കാണിച്ച ഓറഞ്ചാണ് എൻ്റെ മനസ്സിൽ നിന്നിരുന്നത് കേട്ടോ. അത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് അല്ല. പക്ഷേ എനിക്ക് മെറ്റീരിയൽ കിട്ടിയില്ല കേട്ടോ. ഈ ഒരു ഓറഞ്ചാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ബേൺഡ് ഓറഞ്ചിൻ്റെ ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്ന്. അങ്ങനെ നല്ല ടൈം എടുത്തു കേട്ടോ. വിചാരിക്കുന്നത് പോലെ അല്ല, നല്ല ടൈം എടുത്ത് ചെയ്തു. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ. സത്യം ഇത് ഞാൻ ഇട്ട് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് 2 ഓർഡേഴ്സ് കിട്ടി കേട്ടോ. ജസ്റ്റ് ഒരു 6 hours തന്നെ എനിക്ക് 2 ഓർഡേഴ്സ് കിട്ടി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇത് ഇത്രയും ഭംഗിയുള്ളൊരു ഡ്രസ്സായി മാറിയതായിരുന്നു എന്ന്.
നല്ലൊരു ചോയ്സ് ആയിരുന്നു കേട്ടോ. നല്ല എന്താ ബ്രൈറ്റായിട്ടും എലിഗൻ്റായിട്ടും തോന്നുന്നൊരു ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയേനെ എന്ന് തോന്നി. ഞാനൊരു ഫങ്ഷന് വേണ്ടി ചെയ്തെടുത്താണ് കേട്ടോ. ഫങ്ഷനൊക്കെ വേണ്ടി തലേന്നിരുന്നാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്തൊരു ഫങ്ഷനും ഒന്നെങ്കിൽ പഴയത് തന്നെ ഇട്ടുകൊണ്ട് പോകും, അല്ലെങ്കിൽ തലേന്നിരുന്ന് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത്. അതും അവസാന നിമിഷം ചില സമയത്ത് നമുക്ക് ഡിസൈൻസ് കിട്ടില്ല കേട്ടോ. അല്ലാത്ത സമയം അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. പക്ഷെ അറ്റ് ദ മൂമെൻറ്റ് ചില സമയം കിട്ടാറില്ല. അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് നല്ല ഇഹയുടെ ആ ഒരു ഫോട്ടോസ് ഇട്ട സമയത്ത് ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് ഒരൈറ്റം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓറഞ്ചിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓറഞ്ച് മെറ്റീരിയലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ചെയ്തെടുത്തൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സമയം കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ചെയ്തെടുത്ത സമയത്ത് ഷൂട്ടൂടെ ചെയ്തു. പക്ഷേ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അടുത്ത വട്ടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ ആ ലെയർ മാത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മോസ്റ്റ് ഞാൻ രാവിലെ ഇരുന്നതാണ്. മോസ്റ്റ് നല്ല സമയത്ത് ഈവനിങ് ഒക്കെ ആയിട്ടോ. ഇതിൻ്റെ ഹാൻഡ് വർക്ക് മാത്രം തീർന്നപ്പോൾ പിന്നെ നൈറ്റ് ഇരുന്നാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നീട് ഒരു 4 ഷുഗർ ബീഡ്സ് താഴോട്ടും വീണ്ടും ഒരു 4 ഷുഗർ ബീഡ്സ് മേളിലോട്ടും, അങ്ങനെ ഒരു വി ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എത്രത്തോളം നമ്മൾ ഇത് അടുപ്പിച്ച് ചെയ്യുന്നോ അത്രത്തോളം ഭംഗിയായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസ് അനുസരിച്ച് നമുക്ക് ഈ വൈഡ്നെസ് കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു കുടം പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മൾ കറക്റ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഷേപ്പിന് ഇട്ട് വരുമ്പോഴാണ് കേട്ടോ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഭംഗി മനസ്സിലാവുക. അപ്പം ലുക്കിലല്ല കാര്യം. അപ്പോൾ അത് ചെയ്യുന്ന പോലെ കേട്ടോ ഭയങ്കര പാടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. ചെയ്ത് വന്നപ്പോഴത്തേനും എൻ്റെ കൈ നൂല് ഹോൾഡ് ചെയ്യുന്ന കൈയൊക്കെ വേദന എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ അത്ര 7 മണിക്കൂർ നമ്മൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ പണിയല്ല സത്യം പറഞ്ഞാൽ. അത്രയും നേരം നമ്മളൊരു ഐറ്റത്തിലിങ്ങനെ തല കുനിഞ്ഞ് നോക്കിയിരിക്കുമ്പോഴത്തേനും എന്താ പറയുക, ഷോൾഡർ പെയിൻ ആകും. നല്ല പെയിനാണ് കേട്ടോ ഷോൾഡർ. പിന്നെ നടുവേദന എടുക്കും. പിന്നെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ കൈയുടെ വേദന, എല്ലാം കൂടെ ഭയങ്കര വേദനയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഹാൻഡ് വർക്ക് കോസ്റ്റ്ലി ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ ഇപ്പം ഞാൻ എല്ലാവരോടും സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഹാൻഡ് വർക്ക് കൂടെ പഠിച്ചിരുന്നാൽ ബെറ്ററാണ്. നമുക്ക് എന്താ പറയുക, ഏണിങ്സ് ഉണ്ടാക്കാൻ നല്ലൊരു ഫീൽഡ് തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് അതിനു വേണ്ടി അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് വേണം. ഇപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ മെനക്കെട്ട് പിന്നെ നമ്മൾ ദേഷ്യം വന്നാൽ ഇതിൻ്റെ കാര്യം നടക്കില്ല കേട്ടോ. നമ്മൾ അത്രയും എഫേർട്ടും എടുത്ത് അത്രയും ആഗ്രഹിച്ചും സന്തോഷം കണ്ടെത്തി ചെയ്താലേ ഇതിൽ വിജയിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓരോ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴും ബോഡി പെയിനും എനിക്ക് ഭയങ്കര ഷോൾഡറാണ് കേട്ടോ പെയിൻ എടുക്കുന്നത്. അത്രയും നേരം നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോഴേ ഷോൾഡർ പെയിനാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അതിനോടുകൂടി നമ്മൾ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തു വന്ന് ഓക്കെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു തുര എന്നൊക്കെ പറയാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഫീൽഡിൽ തന്നെ പിടിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നല്ല എക്സർസൈസും ചെയ്യണം കേട്ടോ. ചുമ്മാ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. നമ്മൾ അതിൻ്റെ കൂടെ നല്ല എക്സർസൈസ് കൂടെ ചെയ്താലേ നമ്മൾക്ക് ബോഡി അതിനുമായിട്ടുള്ളൂ നിൽക്കത്തുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ കഴിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ ഉടനെ ഇനി എനിക്ക് സ്ലീവ്സ് കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ടൈം ഇങ്ങനെ നോക്കിയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഗോൾഡൻ്റെ ബീഡും ആൻറ്റിക് ബീഡും കൂടെ വരുമ്പോൾ മാച്ച് ആകുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല മാച്ചിങ് ആണ് കേട്ടോ. ഗോൾഡും ആൻറ്റിക്കും കൂടെ നന്നായി മാച്ചായി പോകും. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞു ലോക്കിട്ട് എടുക്കുവാണ് കേട്ടോ. സ്ലീവ്സ് ഞാൻ ചെയ്യുന്നത് വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, ബായോ. അപ്പോൾ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്ക് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടി. പ്രത്യേകിച്ച് എനിക്കൂടെ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും. ഒരുപാട് ഹാപ്പിയായ വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഓറഞ്ചൊക്കെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഈ ഒരു ഓറഞ്ചൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബെസ്റ്റ് കളറാണ് കേട്ടോ. എടുത്ത് നിൽക്കുമെന്ന് നമ്മൾ തോന്നും ഈ കളറിനൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടും കേട്ടോ ഈ ഓറഞ്ചൊക്കെ ചൂസ് ചെയ്താലായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഡിസൈനും ഈ കളറും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.